നമുക്കിന്നൊരു ബർഗർ ഉണ്ടാക്കി നോക്കാം. ബർഗർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. തൽക്കാലം നമുക്കൊരു വെർച്വൽ റിയാലിറ്റി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഞാനൊരു ബർഗർ കയ്യിലേക്ക് വെക്കുന്നു. ബർഗർ വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, അതിലേക്ക് പാറ്റി വെക്കുന്നു, വെജ് ഓർ നോൺ വെജ്. അതിനുശേഷം അതിലേക്ക് വെജ്ജസ് ഇടുന്നു. അതിനുശേഷം സോസ് ഒഴിക്കുന്നു, മടക്കുന്നു, കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ഞാൻ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആണ്. ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എൻ്റെ മാനേജർ ട്രസ്റ്റ് ചെയ്യുന്നു. എനിക്ക് പ്രൊസീജിയർ കാണാതറിയാം, പ്രശ്നമില്ല. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ഒരു ദിവസം എനിക്കെന്തോ ഒരു പ്രശ്നം കാരണം, ഫാമിലി ഇഷ്യൂസ് കാരണം എനിക്കെന്തോ ഒരു താല്പര്യമില്ല വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വർക്കിലേക്ക് വരുന്നു. ഞാൻ സെയിം പ്രൊസീജിയറൊക്കെ ചെയ്യുന്നു. അതിൻ്റെ അവസാനം എന്ത് ചെയ്തു, സോസ് ഒഴിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം മാനേജർ നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മാനേജർ നോക്കിയില്ല. കസ്റ്റമർ കൊടുക്കുന്നു. കസ്റ്റമർ കഴിക്കാൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പേ നോക്കുന്നു, സോസ് ഇല്ല. കസ്റ്റമർ മാനേജറിലേക്ക് വരുന്നു, കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്നിലേക്ക് വരുന്നു. പിന്നെ എന്ത് ചെയ്തു, മാനേജർ വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, എറർ ഉണ്ടായി കഴിയുന്ന എപ്പോഴാണ്, നമ്മളെ റൺ ടൈം, അതായത് യൂസർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇഷ്യൂ മനസ്സിലാക്കുന്നത്. ആ ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ടൈം ടു ടേക്ക് ആൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സമയം കൂടുതലാണ്. അപ്പോൾ ഞാനെപ്പോഴും ഒരു ഫെയിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഫാനാണ്. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ പരിഹരിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോവുക. അതായത് ഇഷ്യൂ ആദ്യം തന്നെ മനസ്സിലാക്കുക, അതിനുശേഷം പിന്നീടുള്ള. അപ്പോൾ ഞാനെപ്പോഴും ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ മാനേജർ മനസ്സിലാക്കി, ഓക്കെ ഫെയിൽ ഫാസ്റ്റ്, നമുക്ക് കസ്റ്റമർ കംപ്ലയിൻറ്റ് ഇതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മാനേജർ ഓരോ ബർഗർ മേക്കിംഗ് എന്താ പറയുക സ്റ്റേഷനിലും ഒരാളെ സൂപ്പർവൈസിന് വെക്കും. ഒന്നുകിൽ ക്യാമറ വെക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ സൂപ്പർവിഷൻ വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോന്നും വെക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആൾക്കാർ ചെക്ക് ചെയ്യും, ചെക്ക് ലിസ്റ്റ് ചെയ്ത് പോവും. നമ്മൾ സോസ് ഒഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ പറയും സോസ് ഒഴിച്ചിട്ട് മാത്രം കൊടുക്കുക. അപ്പം ഇത് ഫൈനൽ ചെക്ക് നടത്തിയതിന് ശേഷം മാത്രമേ കസ്റ്റമറിലേക്ക് പോകാം. എന്ന് വെച്ചാൽ കസ്റ്റമർ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാനേജർ കംപ്ലയിൻറ്റ് ചെയ്യും നിങ്ങളുടെ സാധനത്തിൽ സോസ് ഒഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശവും.